ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ അതൊരു അബദ്ധമായി പോകുമോ എന്ന സംശയമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് നമ്മളെ പലപ്പോഴും പിന്തിരിപ്പിക്കുന്നത്. നമുക്ക് അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാവാതെ തന്നെ നമ്മളെല്ലാം മനസ്സിലായി എന്ന് പറയുമ്പോൾ രണ്ട് അബദ്ധങ്ങളുണ്ട്. ഒന്ന്, ഒന്നും മനസ്സിലാവില്ല എന്നത്. രണ്ട്, വീണ്ടും അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതയുടെ വാതിലുകൾ നമ്മൾ തന്നെ കൊട്ടിയടച്ച് കളയുകയാണ്. അതുകൊണ്ട് മനസ്സിലാവാത്തത് മനസ്സിലാവുന്നത് വരെ ചോദിച്ചറിയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ഒരു ഉത്തരവുമില്ലാത്ത ചില ചോദ്യങ്ങളുണ്ട്. അത് ചോദിക്കുകയോ അതിന് ഉത്തരം അന്വേഷിച്ച് നടക്കുകയോ ചെയ്യരുത്. ഒരു കുട്ടി കൂരാകുരുട്ടിൽ ഇരിക്കുന്ന ഗുരുവിനടുത്തേക്ക് ഒരു വിളക്ക് കത്തിച്ച് വരികയായിരുന്നു. അവനെ കുഴക്കാനായിട്ട് ഗുരു ഒരു ചോദ്യം ചോദിച്ചു. ഈ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നത്? ഇത് കേട്ട് ആ കുട്ടി നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു. അങ്ങ് ഇരുട്ടിലിരിക്കുകയാണ് എന്നറിഞ്ഞ് പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛൻ കത്തിച്ചു തന്നതാണ്. ഗുരു വീണ്ടും ചോദിച്ചു, ഈ വെളിച്ചം എവിടെ നിന്നാണ് വന്നത് എന്ന്. അത് കേട്ട് ആ കുട്ടിക്ക് ദേഷ്യം വന്നു. കയ്യിൽ പിടിച്ച ആ വിളക്കിലെ തിരി ഊതിക്കെടുത്തി. എന്നിട്ട് ഗുരുവിനോട് അവൻ ചോദിച്ചു, എന്നാൽ അങ്ങ് ഒന്ന് പറയൂ, ഇപ്പോൾ ആ വെളിച്ചം എങ്ങോട്ടാണ് പോയത് എന്ന്. അതോടെ ഗുരു പൂർണ്ണമായും ഇരുട്ടിലായി.